നിറച്ച് തേയിലത്തോട്ടം മാത്രമേ ഉള്ളൂ. ആരും പലതും ഓർമ്മ വരും. ചുമ്മാ പറയല്ല, കേട്ടോന്ന് വെച്ചാ ഇഷ്ടപ്പെടുന്നവർ മാത്രമേ വന്നാൽ മതി. ഗായ്സ്, നമ്മളങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി കറങ്ങാൻ പോവാൻ പോവുകയാണ്. എല്ലാരും ഉണ്ട്, നമ്മളെ ഷെഫിക്കുണ്ട്, വാവയുണ്ട്, നമ്മളെല്ലാരും ഉണ്ട്, രാഗിയുണ്ട്. നമ്മളങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി. ഇന്ന് ഇവിടെ സ്റ്റേ ആണ്. പക്ഷേ പറയിക്കണത് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. രാവിലെ ഇറങ്ങി. നിങ്ങളില്ല മല കണ്ടോ? ഇല്ല മല കൽപ്പറ്റ ജംഗ്ഷൻ. കൽപ്പറ്റ ജംഗ്ഷൻ എന്തൊരു മല അത്, അടിപൊളി. ഈ സമയത്ത് ഒരു ഇത് കണ്ട, ഈ സമയത്ത് ഒരു മൂടിക്കിടക്കുന്നു ചെറുതായിട്ട്. ന്യൂ ഹോട്ടൽ 1957. കൊറേ സാധനം കാണാനുണ്ട്. കഴിക്കാനുള്ള ഫുഡ് എവിടെ കിട്ടും എന്നും പറഞ്ഞ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടിയാ? ഉടുപ്പി ചുരിദാറ് കൊള്ളാം. ഉടുപ്പ് വാങ്ങി തരാന്ന് പറഞ്ഞേക്കാണ്. കഴിക്കാൻ പോണത് നമ്മൾ ഉടുപ്പിയിലാണ് വന്നത്. നമ്മൾ അങ്ങോട്ട് കേറുകയാണ്. ഉടുപ്പിക്കും രാജായി സീറ്റ് പിടിച്ചു. ഫുഡ് വന്നാ ഒരു വിളി പോലും വിളിക്കാതെ രാജ എഴുന്നങ്ങ് തിന്നെയാണ്. കൊള്ളാവോ? എങ്ങനെയുണ്ട്? കൊള്ളാം. നമ്മളെ ഫുഡ് വന്നില്ലേ? നമ്മളെന്തിനു നമുക്ക് മസാല ദോശ തിന്നാം. ഒന്നും ചോദിച്ച പോലും ഇല്ല. നമുക്കുള്ളത് വന്നു. നമ്മളിത് വന്നേ. ഈ തൊട്ടാവുണ്ടല്ലോ രാജ. നിങ്ങൾക്കാണ് എനിക്ക് ഇഷ്ടപ്പെട്ട അവിടുത്തെ. ഗൈസ്, നമ്മള് എവിടെ പോണേ? ചെമ്പറ പോണേ. ചെമ്പറ പീക്ക് പോണം. മറ്റേ കൊറേ മഞ്ഞൊക്കെ ഇങ്ങനെ നിക്കൂലേ മുകളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും. അവിടെ പോണം. വെള്ളം ഇങ്ങനെ നിക്കും. 3G ആവോന്നറിയില്ല. മഞ്ഞില്ലെങ്കിൽ 3G. അതെ, അവിടെ പോണ്. ഇനി നമ്മൾ എത്ര കിലോമീറ്റർ ഉണ്ട്? മാപ്പ് പോകുന്ന ആൾ പറഞ്ഞാണ് 14 കിലോമീറ്റർ ഉണ്ട് അവിടെ എത്താൻ വേണ്ടി. നമ്മൾ 14 കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മൾ അവിടെ എത്തും. ഇപ്പൊ ഗൈസ് അവിടെ എത്തിട്ട് കാണിച്ചു തരാം. ഗൈസ്, നമ്മൾ ചെമ്പറ പീക്കിലോട്ട് പോവുകയാണ്. ചെറുതായിട്ടൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അവിടെ ക്ലോസ് ആണെന്ന്. അറിയത്തില്ല, പക്ഷെ അത് റൈറ്റ് ആണോ റോങ് ആണോ എന്നറിയത്തില്ല. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. സെറ്റല്ലേ, നല്ല രസമുണ്ട് മല കാണാൻ. മല എനിക്കൊന്നും മല ഉണ്ട്. മലയില് കൊണ്ടുപോകണുള്ളൂ. സൂപ്പറേ, നല്ല രസമുണ്ട് കാണാൻ. പോയി എവിടെ എത്തുമോ എന്തോ. നമ്മള് കുറച്ചുകൂടെ മുകളിൽ കയറി. കണ്ടോ നിങ്ങൾ? നമ്മളിപ്പോ ഏറ്റവും മണ്ടയിലാണ്. അവിടെയാണ് നമുക്ക് പോയത്. അവിടെ ഇല്ലേ? അവിടെ ആയിരിക്കുമെന്നാണ് എന്റെ ഒരു വിശ്വാസം. ഇവിടം വരെയുള്ള വഴി സൂപ്പർ. ഇല്ല ഇതിലേക്കൂടെ ഉണ്ട്. ചെമ്പറപ്പിക്കിന്റെ അവിടെ നോ എൻട്രി കാണിച്ച് ഇങ്ങനെ ഇവിടെ നിൽക്കുകയാണ്. സൂപ്പറാണ്, സൂപ്പർ. നമ്മൾ താഴേന്ന് വന്നു. ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട്. ഇതിലേക്കൂടെ പോയിട്ട് ഇതിലേക്കൂടെ പോണ വെള്ളച്ചാട്ടം കണ്ടോ?
നടക്കാൻ ഒരുപാടുണ്ട്, പക്ഷെ നടന്നിട്ടും ഒരു കാര്യമില്ല. നമ്മൾ ഇത്രയും മണ്ടയിലാണ് നിൽക്കുന്നത്. കണ്ടോ, നോ എൻട്രി, നോ എൻട്രി. പിഴയും ഉണ്ട് 5000. അതാണ് നമ്മുടെ സ്ഥലം. ഇതാണ് നമ്മളെ വന്ന വ്യൂ പോയിന്റ്. ഇതിന്റെ മണ്ടിയിൽ നിന്ന് അതൊക്കെ തന്നെ ആയിരിക്കും കാണുന്നത്. ഗൈസ്, നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നടന്നില്ല, അടുത്ത സ്പോട്ടിലെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. പോകുന്നത് സൂചിപ്പാറ അല്ലേ, കാന്തമ്പാറ വാട്ടർഫോൾസിലാണ് നമ്മൾ അടുത്തതായിട്ട് പോണത്. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? ഇവിടുന്ന് 11 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് 1/2 മണിക്കൂറുണ്ട്. ഇവിടെ എല്ലാ സ്ഥലവും കുറച്ച് ദൂരെയാണ്. അപ്പൊ നമ്മൾ അടുത്ത് അങ്ങോട്ട് പോവാം. രാജ പറഞ്ഞ് മിണ്ടാതിരിക്കുക, ഇതെല്ലാം എടുത്തിടാൻ. ഓക്കെ, എങ്കിൽ പിന്നെ എടുത്തിട്ട് കളയാം. പൈസ ഒന്നും കൊടുക്കണ്ടല്ലേ? നിനക്ക് വേണമെങ്കിൽ കാണാൻ, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയി. ഇത് രാജാടെ ഇഷ്ടപ്രകാരം കൊരങ്ങൻ വല്ല എന്റെ ഫോൺ എടുത്തോണ്ട് പോവുമെങ്കിൽ പെട്ടിക്കടയൊക്കെ ഉണ്ട്. കൊരങ്ങൻ വല്ല കൊണ്ടുപോയെങ്കിൽ അടുത്ത iPhone 15 Pro പോരാ, ഏറ്റവും മാക്സ്. തേയിലത്തോട്ട് ഇവിടെ വണ്ടി വരുന്നു. ഇവിടെ എന്തോ ഒരു ഓട്ടോ, ഇവിടെ എന്തോ ഒരു സ്കൂട്ടി ഇരിക്കുന്നു. ഇവിടെ വീടൊക്കെ ഉണ്ടാ? കാന്തമ്പാറ റിസോർട്ട്. താഴോട്ടാണ് ഇറങ്ങി പോവേണ്ടത്. ഇവിടെ മൊത്തം അടയ്ക്കാൻ മരം നല്ലല്ലേ? അടയ്ക്കാൻ മരം തന്നെ, ഫുൾ അടയ്ക്കാൻ മരം. ഡെസ്റ്റിനേഷൻ ഈസ് ഓൺ ദ റൈറ്റ്. കാന്തമ്പാറ വാട്ടർഫോൾസ്. പാർക്കിംഗ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്, വരുന്നവർക്കൊക്കെ സേഫ് ആണ്. അതാണ്, തോന്നെ പാർക്കിംഗ് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. എവിടെ വേണേലും നമുക്കിടാം. ഇവിടെ പുഴയുണ്ട്, പുഴ. മഴ പെയ്ത് ഇതും അങ്ങ് കൊണ്ടിട്ടാണ് അല്ലെങ്കിൽ അല്ല ബേക്കിലോട്ട് ഇട്ട്, എന്നാലേ നമുക്ക് കുറച്ച് നടക്കേണ്ടി വരത്തുള്ളൂ. ദൂരം അവിടെ മഞ്ഞുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. അല്ലേടി വാവേ? നമ്മൾ നടന്നു പോവുകയാണ്. അവർ രണ്ടൊരു ഫ്രണ്ടിന്നുണ്ട്. നമുക്ക് ഇങ്ങനെ കൈയും പിടിച്ച് നടക്കാം. ടിക്കറ്റ് കൗണ്ടറിന്റെ താഴെ ഒരു സ്ഥലമുണ്ട്, ഞാൻ കാണിച്ചു തരും. മുളയുടെ അടിയിൽ ഇതാണ് ആ സ്പോട്ട്. നമ്മളെ മുള ഒരു വീട് പോലെ ആക്കിയിട്ടുണ്ട് അല്ലേ? കാണാൻ നല്ല രസമുണ്ട്. ഇതിലേക്കൂടെ ഇറങ്ങിയാണ് പോണത്. നമ്മൾ എൻട്രൻസിലോട്ട് കീഴടങ്ങി. വെള്ളച്ചാട്ടം അങ്ങോട്ടാണെന്നാണ് കാണിക്കുന്നത്. ഇവിടെ നേരത്തെ നമ്മൾ നിന്നില്ലേ, അവിടത്തെ അതിൻ്റെ ഇപ്പുറമാണ്. കുറച്ച് നടക്കാനുണ്ടോ? എത്താറായി. അവിടെ ഈ പാലം കയറണം. പാലം കയറി ഇതാണ് അവിടെ നിന്ന് വരുന്ന വെള്ളം. നമ്മൾ നടക്കുകയാണ്. നമ്മളെ വെള്ളച്ചാട്ടം ഞാൻ കാണിച്ചു തരാം. രണ്ടാമത്തെ സ്പോട്ടും അങ്ങനെ ഫെയിലായിരിക്കുകയാണ്. ഒന്നും കണ്ടില്ല. ഇറങ്ങാൻ പോയി പറ്റിയത് പോലും ഇല്ല. എനിക്കും അങ്ങനെയാണ് തോന്നുന്നത്. ഇവിടെ രണ്ട് സ്ഥലത്തും പോകാൻ പറ്റിയില്ല. നമ്മളവിടെ നിന്ന് ഇറങ്ങി ഫ്ലോപ്പായി പോയി. അങ്ങനെ നമ്മൾ അടുത്തയിലോട്ട് പോവുകയാണ് എന്ന് തോന്നുന്നു. ഇടയ്ക്കൽ കേവ് അവിടോട്ട് പോവുകയാണ്. അപ്പൊ നമുക്കിനി അവിടോട്ട് പോവാം. നിറച്ച് തേയിലത്തോട്ടം മാത്രമേ ഉള്ളൂ. എല്ലായിടത്തും തേയിലത്തോട്ടത്തിന് നടുക്കൂടെ ഒരു വഴി. ഇവിടെ
വയനാടിനെ പറ്റിയുള്ള പാട്ടൊന്നുമില്ലേ? ഇവിടത്തെ കാറ്റാണ് കാറ്റ്, വയനാടത്തെ കാറ്റ്. അത് കാറ്റ് അകത്തെയൊന്നും അല്ല. ഇത് കൊള്ളാം, ഇത് കൊള്ളാം. നമ്മൾ പോണ വഴിക്ക് ഫാൻറ്റം റോക്ക് എന്നും പറഞ്ഞിട്ട് ഒരു സ്ഥലം കാണിച്ചു. അപ്പൊ നമ്മളത് പോയി നോക്കാൻ വേണ്ടി പോവുകയാണ്. കൊള്ളാവോ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. നമ്മളങ്ങനെ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു. ഒരു വണ്ടിക്ക് 30 രൂപ. മുകളിലോട്ട് കേറയാണ്. കയറ്റമാണ്. അവിടെ ആളൊക്കെ നിക്കുന്നുണ്ട്. കൊള്ളാമെന്ന് അല്ല മുകളിലോട്ടാണ്. മുകളിലോട്ട് പോവൂ. നമ്മൾ കേറി വന്നു. ഇവിടെ വന്നു. വലിയ പാറയെത്തി. ആര് ചാടി ഇതിന്റെ മണ്ടയിന്ന്? ഓടി വരൂ. നമ്മള് വഴി കേറയാണ് ഗായ്സ്. കേറി പോയാണ്. വണ്ടിയിൽ ആളുണ്ട്. താഴെ എന്താണ് അവിടെ? താഴെ കൊക്കയാണോ വെള്ളമാണോ? താഴെ വെള്ളമാണ്. വെള്ളം പോയാ പോയി. നമുക്ക് താഴെ ഇറങ്ങാൻ പറ്റൂലേ? താഴെ ഇറങ്ങായിരുന്നു. ഇത് മൊത്തവും കൊക്കയാണല്ലോ. നോക്കി നടന്നില്ലെങ്കിൽ തീർന്നു. രാജ നോക്കി നടാ. ഇതാണോ ഈ സംഭവമാണല്ലേ നമ്മൾ കാണുന്നത് അവിടെ നിന്ന്? ഇതാണ് സൂപ്പർ സ്പോട്ട് തന്നെ കേട്ടോ. പക്ഷെ ഇതിന്റെ താഴെ പോയ ചത്ത് വലിയ പാറ. നമ്മളിതാ അവിടെ എത്താറായി. ഇനി കുറച്ച് നടക്കാനുണ്ടല്ലേ? നടക്കാനുണ്ട്. നടന്ന് പോവാം. ഷെഫിക്കും ഭാവിയും ബേക്കുന്നുണ്ട്. മുക്കാൽ മണിക്കൂറോളം നടക്കാനുണ്ട്. 3:55 വരെയുള്ളൂ. അല്ലോ എനിക്ക് വയ്യ. താഴെ പോയാലോ തിരിച്ച്? എനിക്ക് വയ്യ. പോയാലോ താഴെ? പാട് ഭയങ്കര. ഉറപ്പായിട്ടും കേറല്ലേ? കേറേ ചെയ്യും. മുകളിലെത്തി. ചുമ്മാ പറയല്ല. കേറ്റോന്ന് വെച്ചാ ഇഷ്ടപ്പെടുന്നവര് മാത്രം ഇവിടെ വന്നാ മതി. അല്ലാത്ത ആരും വരരുത്. എന്റെ നെഞ്ച് പൊട്ടിപ്പോയി. എന്തൊരു കേറ്റത്! അടുത്ത കേറ്റം. രാജ പറഞ്ഞു ഇനി കേറ്റം ഇല്ലെന്ന്. ഇല്ലത് എന്തോന്നത് വയ്യേ. നടന്ന് നമ്മൾ എവിടെ എത്തിയില്ല. നമ്മൾ ഈ കാഴ്ചയെ കണ്ടു പോകാൻ. ഈ മരത്തിന്റെ കളർ ഉണ്ടോ? വെട്ടിക്കൊടുത്താലോ വിറ്റാലാ? കിരീരി കേക്കണല്ലേ ഡിയോവേ? ഇവിടത്തെ ടിക്കറ്റ് കൗണ്ടറാണ്. മെയിൻ ആയിട്ടുള്ള കാര്യം ഇവിടെ ക്യാഷ് എടുക്കത്തുള്ളൂ. ഷെഫിക്ക് പേഴ്സ് കൊണ്ടുവന്നില്ല. ഇത്രയും മല കയറിയിട്ട് ഇവിടെ കേറാതെ പോയാൽ എന്താവുമെന്ന്. ഗൈസ്, നിങ്ങൾ വരുമ്പോ എപ്പോഴും ഇവിടെ ലിക്വിഡ് മണി ക്യാഷ് കയ്യിൽ വെച്ചിരിക്കണം. ഇവിടെ ജിപേയുടെ പ്രശ്നമുണ്ട്, നെറ്റ്വർക്ക് ഇഷ്യൂ പ്രശ്നമുള്ളതുകൊണ്ട്. അതുമല്ല കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ മാക്സിമം വരാണ്ടിരിക്കാം. സത്യം ഇവിടെ കേറാതെ നല്ല കയറ്റമുണ്ട്. കയറ്റ് കയറാൻ ഇഷ്ടപ്പെട്ടവർ മാത്രം സ്റ്റെപ്പ് കയറണം. ഓക്കെ, നമ്മളിപ്പോ സ്റ്റെപ്പ് കയറിയിട്ട് വരാം. ഗായ്സ്, ഇതിന്റെ മുകളിലാണ് എടക്കൽ കേവ്. നിങ്ങളുടെ യൂട്യൂബർ ഓടിക്കറിയാണ്. പെട്ടെന്ന് ഓടിക്കറിയാണ്. നോക്കട്ടെ. യൂട്യൂബറാണ്. വയ്യാത്ത കൊച്ചാണ്. പെട്ടെന്ന് ഓടിക്കയറുക.
ഒരു 300 മീറ്റർ ഉണ്ടെന്നാണ് താഴെ എന്ന് പറഞ്ഞു. ഓടിക്കറ്. ഇതാ യൂട്യൂബറിന്റെ സഹോദരിയാണ്. യൂട്യൂബർ തളർന്നു ഗായ്സ്. പിന്നെ ഓടിക്കറ് ഗായ്സ്. ഇവർ രണ്ടുപേരും മുകളിൽ കയറി എത്തുമ്പോഴത്തേക്കും ഇന്ന് മാരിവ് വാങ്ങിയേക്കും. എന്നാ കയറേ, നോക്കി നടന്നില്ലെങ്കിൽ പല്ലളാവും. പട്ടി വാച്ചാണ് കാക്കിയാണല്ലോ. വെള്ളം കൊണ്ടുവരുന്ന 20 രൂപ കൊടുക്കണം. മുകളിലാണ് നീ. അപ്പൊ അതിലേക്ക് കൂടെ കേറിയാ പോയായിരുന്നു നമുക്ക്. ഗൈസ്, നമ്മൾ ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് എത്ര അടി മുകളിലാണെന്ന് വെച്ചാൽ അറിയാൻ വയ്യ. നമ്മൾ നടന്നു വന്നതെന്ന് വെച്ചാല് ആ കിടക്കുന്ന പാർക്കിങ്ങിൽ നിന്നാണ് നമ്മൾ ഇങ്ങ് വരെ നടന്നു വന്നത്. S24 ആയിരുന്നേ കിട്ടിയത്. നമ്മളെ വണ്ടിയാണെന്ന് തോന്നുന്നു ആഗ്രഹം. ഗൈസ്, എത്ര ദൂരമാണോ നിങ്ങൾ നോക്കുക. ഇതാണ് ഇടയ്ക്കൽ കേവിന്റെ എൻട്രൻസ്. ആധുനിക മനുഷ്യരെഴുതിയതാണ് കേട്ടോ. എന്തിനാണെന്ന് എനിക്കറിഞ്ഞൂടാ, പക്ഷെ അവരെന്തിരിക്കുവാണ്. ഇതിൻ്റെ അകത്തൊരു വ്യൂ പോയിന്റ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് കാണാൻ വേണ്ടിയാണ് നമ്മളെ കൊണ്ടുവന്നത്. എന്റെ റബ്ബേ, ഊട്ടയായത് മറ്റേ ഇല്ല ഊട്ട, മഞ്ഞമ്പേൽ ബോയ്സിലെ ഊട്ട. ഓ തള്ളല്ലേ, വൈഡ് എടുത്തുക്കാ. നല്ല തണുപ്പല്ലേ. മാറടി തേടിക്കെട്ട് മതി. ഇത് കാണാനാണ് നമ്മൾ വന്നത്. പാറയിലൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. ഈ എത്ര പേരുണ്ടെന്ന് നോക്കിയാണ് എല്ലാരും മുകളിൽ കയറാൻ ഇത് കാണാൻ വേണ്ടി വന്നത്. മട്ടന്മാര് സുഭാഷ് കുട്ടേട്ടാന്ന് വിളിച്ച് ഓർമ്മ വരും, പലതും ഓർമ്മ വരും. അവിടെ കണ്ടാ ഊട്ട. ഗായ്സ്, ഇത് കുറച്ച് റിസ്ക് പരിപാടിയാണ്. കയറുന്ന കണക്കല്ല, നേരെ നോക്കി ഇറങ്ങിയില്ലെങ്കിൽ പല്ലളവും. ഗായ്സ്, കുറച്ച് അത്യാവശ്യം നല്ല സീനാണ് ഇറങ്ങുന്നത്. യൂട്യൂബറൊക്കെ ഏന്തി വലിഞ്ഞാണ് ഇറങ്ങുന്നത്. ഗായ്സ്, ഇത് കുറച്ച് സീനാണ് കേട്ടോ. ഗായ്സ്, നിങ്ങൾക്ക് ആ ഫ്രണ്ടിൽ പോകുന്നവർ നോക്കി അറിയാൻ പറ്റും. കയറി വരാ ഇതും ഇറങ്ങിപ്പോവാ ഇതും. ഇത്രയും നമ്മൾ ഇറങ്ങിപ്പോണം ഫാത്തിമ. ഗൈസ്, നമ്മളങ്ങനെ സ്റ്റെയറൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് മുകളിലൊക്കെ പോയി കണ്ടിട്ട് വന്ന് നമ്മളിതാ തിരിച്ചിറങ്ങിയാണ്.
ടിക്കറ്റ് കൗണ്ടറിലെത്തി. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വൈകുന്നേരം മാത്രമേ ഇങ്ങോട്ട് വരാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളെ കാലെല്ലാം പഞ്ചറായി നിങ്ങൾക്ക് എവിടെയും പോകാൻ പറ്റൂല. അപ്പൊ എന്നെ പോലെ ആവും. എനിക്ക് വയ്യേണ്ട കളി വിറക്കണേ. നമ്മളങ്ങനെ താഴെ എത്തിയിരിക്കുകയാണ്. അയ്യോ, ഷെഫീഖ് മാവ് ഇതുവരെ നടന്നെത്തിയിട്ടില്ല. നമ്മൾ രണ്ടുപേരും എത്തി. ഇനി നമ്മൾ മറ്റേ ഐസ്ക്രീം ഉണ്ടല്ലോ, സ്ട്രോബെറി വിത്ത് ചോക്ലേറ്റ്, അത് കുടിക്കാൻ പോണ്. നമ്മൾ പോയാണ്. മനപ്പൂർവ്വം വരയ്ക്കണല്ല, ആയിപ്പോയതാണ് ഗൈസ്. ദോ വരുന്നു രണ്ട്. രാജതോ നോക്കിയാണ് കേറിയിരിക്കണത്. പുഷ്പ ഇഷ്ടപ്പെട്ടില്ല, കാലിഷ്ടപ്പെട്ടില്ല, എല്ലാ മീനും ദോ പോണു. ഈ കാലിനൊരു ടേസ്റ്റ് ഇല്ല. അതാ ഷെഫീഖിന്റെ കാലിലോട്ട് കയറുന്നു. രാജയുടെ കാലിന് ഇഷ്ടപ്പെടാത്തോണ്ട് മീനുകളെല്ലാം കൂടെ ഷെഫീഖിന്റെ കാലിലോട്ട് പോകും. നമ്മളൊരു ബ്രൗണി വിത്ത് ഐസ്ക്രീം ഇത് കിട്ടി. അതേതാണോ? ഇത് നട്ട്സ് ഇട്ടതാ. ഇതങ്ങനെയുണ്ടോ? ഞാൻ എവിടെ എടുത്തു വെക്കണം? ഗൈസ്, ഇത് മസ്റ്റ് ട്രൈ ആണ്. ബ്രൗണി വിത്ത് ഐസ്ക്രീം. ബ്രൗണി വിത്ത് ചോക്ലേറ്റ്. നമ്മൾ കയറി കുടിക്കാൻ പോണേ. നമ്മളങ്ങനെ സുൽത്താൻ ബത്തേരിയിലോട്ട് പോവുകയാണ്, എല്ലാം കഴിഞ്ഞിട്ട്. അപ്പൊ സുൽത്താൻ ബത്തേരിയിലോട്ട് വിട് രാജ, വിട്. ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റി ആണെന്നോട് പറ. ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റിയാണിത്. ഭയങ്കര വൃത്തിയുള്ള സിറ്റിയാണ്. ഇത് ഉച്ചക്ക് കഴിക്കാൻ ഇറങ്ങി. എവിടാ കഴിക്കാൻ? എവിടാ? ഫുഡ് കഴിക്കാൻ വന്ന എത്ര മണിയാണെന്ന് നോക്കിയാൽ 5 മണിക്ക്. ഓക്കെ, സമയമില്ലായിരുന്നു. നമുക്ക് എന്ത് ചെയ്യാൻ? മല കയറാൻ പോയോണ്ട് എന്തോ എവിടെ പോണത്? ജൂബിലി എന്ന് പറഞ്ഞിട്ട് 1950 എത്രയോ റെസ്റ്റോറൻറ്റ്. ചട്ടിച്ചോറ്, എൻ്റെ വാവയുടെ ഇത് എല്ലാം. രാജാടെ ബിരിയാണി എനിക്കൂടെ തരണേ. തന്നേ പറ്റും. നമ്മളെ സാധനം നമുക്ക് തിന്നു നോക്കാം. നമ്മൾ പിന്നെ വേറെ എവിടെ ഇറങ്ങിയില്ല ഗൈസ്. നമ്മൾ പിന്നെ രാത്രിയത്തെ ഫുഡ് വാങ്ങി എന്നിട്ട് റൂമിലിരുന്ന് നമ്മളെല്ലാവരും കൂടെ കഴിക്കാമെന്ന് വെച്ച് ടിവിയും കണ്ട് കഴിക്കുകയാണ്. നമ്മളെല്ലാവരും ഉണ്ട്, നല്ല വൈബായിരുന്നു, ഓക്കെ ആയിരുന്നു ഗൈസ്. അപ്പം നമ്മൾ നമ്മളെ റൂമിലോട്ട് പോയി. അവിടെ നിന്നെല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് എത്തി. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ.